ദീപക് ധർമ്മടം ചേരുന്നുണ്ട്. ദീപക് ധർമ്മടത്തിനൊപ്പം മന്ത്രി പി എ മുഹമ്മദ് റിയാസും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ദീപക് ധർമ്മടത്തിലേക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾക്ക് വേണ്ടി. ഇതിൽ വളരെ ശാസ്ത്രീയമായി നടന്നു. ഇതുവരെ എത്താത്ത മേഖലയിലേക്ക് വ്യോമസേനയുടെ വിമാനം ALH ഹെലികോപ്റ്റർ ഒരുക്കിക്കൊണ്ട് തന്നെ ഒരു തെരച്ചിൽ നടക്കുന്നു. പക്ഷേ എന്നാൽ ഒന്നും കണ്ടെത്താനായില്ല എന്നുള്ളതാണ്. ഏതായാലും നാളെ മന്ത്രിസഭാ യോഗം ചേരാൻ പോവുകയാണ്. അതിനു മുമ്പ് മന്ത്രിസഭാ ഉപസമിതി തെരച്ചിലിൻ്റെ വിശദാംശങ്ങൾ പൂർണ്ണമായും ശേഖരിച്ച് പല തെരച്ചിൽ കേന്ദ്രങ്ങളിലും മന്ത്രിമാർ നേരിട്ട് പങ്കെടുത്തു. അതുകൊണ്ട് തന്നെ നാളത്തെ മന്ത്രിസഭാ യോഗം നിർണായകമാണ്. ഈ ഘട്ടത്തിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക്, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മന്ത്രി മുഹമ്മദ് റിയാസ് നമ്മളോടൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ എന്താണ്? ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? അല്ല, നമ്മൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് തിരഞ്ഞ ഇടങ്ങൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ചാലിയാർ പുഴ ഉൾപ്പെടെ ആ നിലയിൽ തിരഞ്ഞു. മറ്റൊരു വിഷയമുള്ളത്, ഇനി കടലിൽ അതിൻ്റെ സാധ്യത എന്തെന്ന് പരിശോധിക്കാൻ നേവിയുമായി ചർച്ച നടത്തി അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ 6 സോണായി തിരിച്ച് സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു നമ്പർ കൂടുകയല്ല കുറയുകയാണ് ചെയ്യുന്നത്. ഇന്നലെ കുറച്ച് കൂടി, പക്ഷെ 14 ആദ്യം 4 ദിവസം മുമ്പ്. സ്വാഭാവികമായും ഇനി കിട്ടാനുള്ള സാധ്യത കുറയാണ്. അങ്ങനെ നമുക്ക് പറഞ്ഞുകൂടാ. എന്നാലും ആദ്യം ഒരു 14 കിട്ടിയതുപോലെ വലിയൊരു നമ്പർ ഇനി ഉണ്ടാവില്ല. 14, പിന്നെ 4 പിന്നെ 1. ഇന്നലെ കുറച്ച് അധികം നമ്പർ വന്നു, പക്ഷെ ഇന്ന് വീണ്ടും കുറയുന്ന സ്ഥിതിയാണ് വരുന്നത്. പക്ഷേ നമ്മളെല്ലാ സാധ്യതയും ഉപയോഗപ്പെടുത്തുക, തിരയുക, എവിടെയാണോ കൂടുതൽ സാധ്യത കാണുന്നത് അവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പം ഇങ്ങനെയൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ആ നിലപാട് തുടരും. നാളെ മന്ത്രിസഭാ യോഗം ചേരാൻ പോവുകയാണ്. കേരളം ആകെ വലിയ പ്രതീക്ഷയിലാണ് മന്ത്രിസഭാ യോഗത്തിൽ. പ്രത്യേകിച്ചും മന്ത്രിസഭാ ഉപസമിതി ഇവിടെ ക്യാമ്പ് ചെയ്ത് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ മുഖ്യമന്ത്രി അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി പങ്കെടുത്ത് ഞങ്ങൾ ഉപസമിതിയിലെ 4 മന്ത്രിമാരും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ഒന്ന് ചേർന്നിരുന്നു. കാര്യങ്ങളൊക്കെ വളരെ വിശദമായി വിലയിരുത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ ഞങ്ങൾ ഒരു മീറ്റിംഗ് ഉണ്ട് ഒരു വൈകിട്ട് ഒരു 7 മണിക്ക്. ആ മീറ്റിംഗ് കഴിഞ്ഞ് അതിലൊരു റിപ്പോർട്ട് വെച്ചുകൊണ്ട് നാളെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യും. അത് വളരെ പ്രധാനമായിരിക്കും. ആ റിപ്പോർട്ടിലെ ഞങ്ങളുടെ ഫീൽഡ് എക്സ്പീരിയൻസും ഇന്നത്തെ കൂടിയുള്ള പൊതു വിലയിരുത്തലുകളും വെച്ചുകൊണ്ട് കാര്യങ്ങൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കും. ആ റിപ്പോർട്ട് നാളെ മന്ത്രിസഭയിൽ ഞങ്ങൾ ചർച്ച ചെയ്യും. കേരളം പ്രതീക്ഷിക്കുന്നത് വളരെ ഒരു കേരളത്തിൻ്റെ ഒരു റീബിൽറ്റ് മോഡൽ ആയിരിക്കും വയനാട് ഉണ്ടാകാൻ പോകുന്നതാണ്. എന്താണ് മിനിസ്റ്റർ കണക്കൂട്ടുന്നത്? അല്ല, അതിനു മുമ്പ് ഒരു പ്രധാന വിഷയമാണ് ഈ പുനരധിവാസം. അതിൻ്റെ ലക്ഷ്യത്തിലെത്തുന്നത് വരെ ക്യാമ്പിൽ നിന്നും എന്ത് ചെയ്യുമെന്നുള്ളതാണ്. അപ്പം അതിനും ചില പുതിയ കാര്യങ്ങൾ ആലോചിക്കാനുള്ള പ്ലാനിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. അപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ക്വാർട്ടേഴ്സുകൾ, പ്രധാനപ്പെട്ട ഒഴിഞ്ഞു കിടക്കുന്ന ക്വാർട്ടേഴ്സുകൾ മുഴുവൻ ഇവർക്ക് താമസം ഒരുക്കാൻ വേണ്ടി നിശ്ചയിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുകയാണ്. അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന മുഴുവൻ ക്വാർട്ടേഴ്സുകളും ആ നിലയിലേക്ക് ഇവർക്ക് കാര്യങ്ങൾ താമസിക്കാൻ പറ്റുന്ന നിലയിലേക്ക് അതിൻ്റെ എണ്ണമെടുത്ത് ചെയ്യാൻ വേണ്ടി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം ഇപ്പം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് മുമ്പ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നാളത്തെ മന്ത്രിസഭയിലാണ് മൊത്തം പ്രതീക്ഷ. അതെ, ഇന്നത്തെ വൈകുന്നേരത്തെ ഞങ്ങളുടെ സന്ധ്യയ്ക്ക് ഒരു 7 PM ഞങ്ങൾ ഇരുന്ന് നടത്തുന്ന മീറ്റിങ്ങിന് ശേഷം ഞങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് വെച്ചുകൊണ്ട് നാളെ ഞങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യും. താങ്ക് യു മിനിസ്റ്റർ, താങ്ക് യു. മികച്ച കോർഡിനേഷനിലുള്ള പ്രവർത്തനം പോകുന്നതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഏതായാലും നാളത്തെ മന്ത്രിസഭാ യോഗം ഏറെ നിർണായകമാണ് എന്ന് തീർച്ച. ഇന്ന് രാത്രി ചേരുന്ന മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗം കൃത്യമായി ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ വിവരശേഖരണങ്ങളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കും. ആ റിപ്പോർട്ടായിരിക്കും നാളത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുക. ഉന്മേഷ്. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്.